ഹായ് ഹലോ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസേജിൻ്റെ റെസിപ്പി കാണാം. സോസേജ് ഒരു 2-3 മിനിറ്റ് സമയം ഞാൻ ചൂടുവെള്ളത്തിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതേപോലെ ഒക്ടോപ്പസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് വേറൊരു പാനിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് യൂസ് ചെയ്തത്. സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷനും കുറച്ച് വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. അതേപോലെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു സവാള ഡൈസായി കട്ട് ചെയ്തെടുത്തതാണ്. ഇതേപോലെ ഡൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി ചെറുത് കുരുവൊക്കെ പൊക്കിയതിന് ശേഷം ഡൈസായി കട്ട് ചെയ്ത് അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ഭാഗം ക്യാപ്സിക്കാണ് ആവശ്യമായിട്ടുള്ളത്. അതും ഡൈസായി കട്ട് ചെയ്ത് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് കുറച്ചേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ സോയാ സോസാണ് ഒഴിക്കുന്നത്. 1.5 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. അതും ഒരു 1.5 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. 1.5 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ്സ് വഴറ്റിയാൽ മതി. ഒന്നും ഓവർ കുക്കായി പോകണ്ട. എല്ലാം 2-3 മിനിറ്റ്സ് വഴറ്റിയെടുക്കാനേ ഉള്ളൂ. പിന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പോർഷനാണ് ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മൾ സോസേജിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിൽ നമുക്ക് കൊടുത്തു വിടാനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.